അമ്മയുടെ സുഹൃത്ത് ക്രൂരമായി മർദ്ദിച്ച കുട്ടിക്ക് നിലവിലെ ചികിത്സ തുടരാൻ മെഡിക്കൽ ബോർഡിന്റെ നിർദ്ദേശം. തലച്ചോർ മന്ദഗതിയിൽ പ്രവർത്തിക്കുന്നതിനാൽ മസ്തിഷ്ക മരണം സംഭവിച്ചെന്ന് പറയാറായിട്ടില്ലെന്നും ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം അറിയിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള 5 അംഗ ഡോക്ടർമാരുടെ സംഘമാണ് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കോലഞ്ചേരിയിലെത്തി കുട്ടിയെ പരിശോധിച്ചത്. കൊല്ലം ഓയൂരിൽ യുവതിയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കരുനാഗപ്പള്ളി സ്വദേശിനി തുഷാരയാണ് മരിച്ചത്. ഓയൂർ സ്വദേശി ചന്തുലാൽ, ഗീതലാൽ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 21-നാണ് തുഷാര മരണപ്പെടുന്നത്. മരിച്ച നിലയിൽ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് ഭർത്താവും വീട്ടുകാരും മുങ്ങുകയായിരുന്നു. സ്ത്രീപീഡനം മൂലമാണ് മരണമെന്ന് പരാതി ഉയർന്നതോടെ പോലീസ് സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി. ഇതിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. തുഷാരയ്ക്ക് വേണ്ടത്ര ഭക്ഷണമോ പോഷകങ്ങളോ ലഭിച്ചിരുന്നില്ല. ശാരീരികവും മാനസികവുമായ പീഡനം മൂലമാണ് മരണം സംഭവിച്ചതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമായി. മരണസമയത്ത് 21 കിലോ ഭാരം മാത്രമാണ് തുഷാരയ്ക്ക് ഉണ്ടായിരുന്നത്. പലപ്പോഴും മകളെ കാണാൻ പോലും ഭർത്താവും വീട്ടുകാരും അനുവദിച്ചിട്ടില്ലെന്ന് തുഷാരയുടെ അമ്മ പറഞ്ഞു. നമ്മൾ ഫോൺ ചെയ്താൽ തന്നെ അവൻ കൊടുക്കത്തില്ല. കുഞ്ഞിന് അവൻ പല കാരണങ്ങളും പറഞ്ഞു. ഞാൻ പുറത്തേക്ക് വീട്ടിൽ വന്നിട്ട് വിളിക്കാം. നമ്മൾ 2-3 പ്രാവശ്യം വിളിക്കുമ്പോഴും അവൻ പറയും ഞാൻ പുറത്താണ്, ഞാൻ വന്നിട്ട് വിളിക്കാമെന്നും പറഞ്ഞു. പിന്നെ ചില സന്ദർഭങ്ങളിൽ അവൻ ഫോൺ എടുക്കാറ് പോലുമില്ല. ചന്തുലാലിനും കുടുംബത്തിനും പരിസരവാസികളുമായി വലിയ അടുപ്പമുണ്ടായിരുന്നില്ല. പീഡന വിവരം പുറത്തറിയാതിരിക്കാൻ ഇതും ഒരു കാരണമായി. കേസിൽ ചന്തുലാലിനെയും അമ്മ ഗീതാലാലിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യവും പോലീസ് വിശദമായി പരിശോധിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മീൻമണമേറ്റാൽ ഓക്കാനം വരുമെന്ന ശശി തരൂരിന്റെ വിവാദ പരാമർശത്തിനെതിരെ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം ശക്തമായതോടെ തന്റെ പരാമർശത്തെ ന്യായീകരിച്ച് ശശി തരൂർ വാർത്താസമ്മേളനം വിളിച്ചു. ഇടതുപക്ഷവും ബിജെപിയും തനിക്കെതിരെ വ്യാജ പ്രചരണം നടത്തുന്നുവെന്ന വാദമാണ് തരൂർ മുന്നോട്ട് വച്ചത്. ശുദ്ധ വെജിറ്റേറിയൻ പ്രയോഗത്തിലെ സവർണ ജാതീയതയെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന് വ്യക്തമായ മറുപടിയും ഇല്ലായിരുന്നു. മീമണമേറ്റാൽ തനിക്ക് ഓക്കാനം വരുമെന്ന് കടലിന്റെ മക്കളെ അപമാനിച്ച് ട്വിറ്ററിൽ ശശി തരൂർ നടത്തിയ പരാമർശത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഇന്നും സംസ്ഥാനത്തുടനീളം നടന്നത്. തിരുവനന്തപുരത്ത് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ പ്രതിഷേധം സംഘടിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളികളുടെയും കൃഷിക്കാരന്റെയും ദേഹത്ത് വിയർപ്പ് ഉണക്കും, മത്സ്യത്തൊഴിലാളിയുടെ ദേഹത്ത് മത്സ്യം ഉണക്കും. ഈ വിയർപ്പിന്റെ ഗന്ധവും മത്സ്യഗന്ധവുമാണ് കേരളത്തിന്റെ സമ്പദ്ഘടനയെ നിലനിർത്തുന്നത് എന്ന യാഥാർത്ഥ്യം ഒരിക്കലും അദ്ദേഹം വിസ്മരിക്കരുത് എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് മത്സ്യമേഖലയിൽ രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ കാര്യത്തിൽ ഒരു ഇടപെടൽ പോലും നടത്താത്ത ഒരു MP ആണ് അദ്ദേഹം. തെരഞ്ഞെടുപ്പ് കാലത്ത് തനിക്കെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങൾ തിരിച്ചടിയുണ്ടാക്കുമെന്ന തിരിച്ചറിവിൽ ശശി തരൂർ വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തു. കോൺഗ്രസ് അനുകൂല മത്സ്യത്തൊഴിലാളി സംഘടനാ നേതാക്കളെയും കോവളം MLA M. വിൻസെന്റിനെയും കൂടെ കൂട്ടിയായിരുന്നു ശശി തരൂരിന്റെ വാർത്താസമ്മേളനം. ഇടതുപക്ഷവും BJPയും തനിക്കെതിരെ വ്യാജ പ്രചരണമാണ് നടത്തുന്നതെന്ന് അദ്ദേഹം ആക്ഷേപമുന്നയിച്ചു. മനഃപൂർവ്വമായിട്ട് അതിനൊരു ഇല്ലാത്ത അർത്ഥം കൊടുത്തിട്ട് ജനങ്ങൾക്ക് ഓകാരം വരുന്ന ഒരു ശക്തി വരുന്ന തോന്നലുണ്ട്. ഞാൻ ഈ ജീവിതത്തിൽ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടൊരു പ്രചരണം ചെയ്യാൻ തുടങ്ങി. ഞാൻ മത്സ്യത്തൊഴിലാളികളെ അപമാനിച്ചു. എന്നാൽ ശുദ്ധ സസ്യബുക്ക് പ്രയോഗത്തിലെ സവർണ ജാതീയതയെക്കുറിച്ച് ചോദ്യമുയർന്നപ്പോൾ ശശി തരൂരിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. നിങ്ങൾ ഏത് ചാനലിലാണ് വന്നിരിക്കുന്നത്? ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊരു പ്രത്യേക താല്പര്യമുണ്ട് ഇതിനൊന്ന് മനസ്സിലാക്കി. പരാമർശം വിവാദമായതോടെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ സ്വീകരണ പരിപാടികൾ സംഘടിപ്പിച്ച് മുൻപോട്ടു പോകാനാണ് ശശി തരൂരിന്റെ ശ്രമം. ഇതിന്റെ ഭാഗമായി തീരദേശ മേഖലയിലേക്ക് ഇന്നത്തെ പ്രചരണ പരിപാടികളും മാറ്റിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തൊടുപുഴയിൽ ക്രൂരമർദ്ദനത്തിനിരയായ കുട്ടി ലൈംഗികമായി പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്ന. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും വിഷ്ണു പ്രസാദ് ചേരുന്നു. വിഷ്ണു, ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം കുട്ടിയെ ലൈംഗികമായും പ്രതി അരുണാനന്ദ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. കുട്ടി മുൻപ് നിരവധി തവണ ഇയാളുടെ ലൈംഗികമായ പീഡനത്തിന് ഇരയായിട്ടുണ്ട്. ഇയാൾക്കെതിരെ പോക്സോ വകുപ്പ് പ്രകാരം ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. പ്രകൃതി വിരുദ്ധമായ രീതിയിലുള്ള പീഡനം തന്നെയാണ് നടന്നിട്ടുള്ളത്. 7 വയസ്സുകാരൻ ഇപ്പോൾ മർദ്ദനത്തിനിരയായി അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന 7 വയസ്സുകാരനെതിരെ ഇയാൾ മുൻപും ഇത്തരത്തിൽ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട്. ഇയാൾ കഞ്ചാവിനടിമയാണെന്നും
പോലീസ് കണ്ടെത്തുകയുണ്ടായി. ശാസ്ത്രീയമായ തെളിവുകളോട് തന്നെയാണ് പ്രതിയെ പോലീസ് ചോദ്യം ചെയ്യുന്നത്. എന്തായാലും ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്ന പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് വേണ്ടി പോലീസ് അപേക്ഷ നൽകും. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ചോദ്യം ചെയ്യലിലെല്ലാം തന്നെ പുറത്തു വരുന്ന ഒരു സ്ഥിതിയാണുള്ളത്. എന്തായാലും ഇപ്പോൾ പ്രതിക്കെതിരെ പോക്സോ വകുപ്പ് ചുമത്തി എന്നതാണ് ഏറ്റവും പുതിയ വിശദാംശം നമുക്ക് നൽകാനുള്ളത്. അതേസമയം മെഡിക്കൽ സംഘം ഇപ്പോൾ കുട്ടിയെ വന്ന് പരിശോധിക്കുകയും തുടർന്ന് വെന്റിലേറ്റർ മാറ്റേണ്ട സാഹചര്യമില്ലെന്നും മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കാൻ സാധിക്കില്ലെന്നും മെഡിക്കൽ സംഘം അറിയിക്കുകയുണ്ടായി. കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകൾ കുറവാണെങ്കിൽ തന്നെയും കുട്ടിയുടെ തലച്ചോർ നേരിയ തോതിൽ പ്രവർത്തനം ഇപ്പോഴും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മസ്തിഷ്ക മരണത്തിലേക്കുള്ള മസ്തിഷ്ക മരണത്തിലേക്ക് എത്തും മുൻപ് ഇപ്പോൾ നൽകുന്ന ചികിത്സകൾ തന്നെ തുടർന്നും നൽകാനാണ് ഇപ്പോൾ മെഡിക്കൽ സംഘം നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്തായാലും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം തന്നെയാണ് ഈ ഒരു മെഡിക്കൽ സംഘം എത്തിയതും കുട്ടിയെ വിശദമായ പരിശോധന നടത്തിയതും നൽകുന്ന ചികിത്സയെല്ലാം തൃപ്തികരമാണെന്നും മെഡിക്കൽ സംഘം വിലയിരുത്തുകയുണ്ടായി. എന്തായാലും ഇപ്പോൾ പ്രതി അരുണാനന്ദിനെതിരെ കൂടുതൽ തെളിവുകളാണ് ശേഖരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇയാളെ കുമാരമംഗലത്തെ വീട്ടിലെത്തിച്ചും പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇവിടെ ആൾക്കൂട്ടം അക്രമാസക്തരാവുകയും അസഭ്യവർഷത്തോടെ പ്രതിക്ക് നേരെ പാഞ്ഞെടുക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഏറെ പണിപെട്ടാണ് പോലീസ് ഇവർക്കിടയിൽ നിന്ന് പ്രതിയെ കുട്ടിയെ തിരിച്ച് സ്റ്റേഷനിലെത്തിയത്. എന്നാലും കുട്ടിയെ മർദ്ദിക്കാൻ ഉപയോഗിച്ച വടികളും അതുപോലെ മുറിയിലെ ഭിത്തിയിൽ നിന്ന് രക്തക്കറകളും ഈ പോലീസ് പ്രതിയുമായി തെളിവെടുപ്പിനിടെ കണ്ടെത്തുകയുമുണ്ടായി. എന്തായാലും ഇപ്പോൾ കുട്ടിക്കെതിരെ നടന്ന ലൈംഗികാതിക്രമത്തെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഞ്ചാവിനടിമയായ പ്രതി കുട്ടിയെ മുൻപും ഇത്തരത്തിലുള്ള ലൈംഗികപരമായി കുട്ടിയെ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. വിഷ്ണു, അതുപോലെ തന്നെ ഒരു കഞ്ചാവിന് അടിമയായ വ്യക്തി കൂടിയാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിശദാംശങ്ങൾ. അങ്ങനെ ഇരിക്കെ അന്വേഷണം മറ്റേതെങ്കിലും രീതിയിൽ പോകാൻ സാധ്യതകളുണ്ടോ? പ്രതി ഈ കഞ്ചാവിന് അടിമയാണെന്നുള്ള ശാസ്ത്രീയമായ തെളിവുകളും പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രതി മറ്റു മയക്കുമരുന്നുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ ഇനി പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയായാലും കുട്ടിയെ മുൻപും ഇയാൾ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഈ പ്രതി കഞ്ചാവിന് എത്രത്തോളം അടിമയാണെന്നും പ്രകൃതി വിരുദ്ധമായ രീതിയിൽ ഒരു കുട്ടിയെ ലൈംഗികമായി ഉപയോഗിച്ചു എന്ന് തന്നെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ മയക്കുമരുന്നിന് അടിമയായ ഇയാളിൽ നിന്ന് സംഭവ ദിവസം തന്നെ ഇയാളുടെ വാഹനത്തിൽ നിന്ന് മറ്റു കുട്ടി ഉൾപ്പെടെയുള്ള പോലീസ് കണ്ടെത്തിയിരുന്നു. മുൻപ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാൾക്കെതിരെ ഇത്തരം മയക്കുമരുന്നും മദ്യവുമായി ബന്ധപ്പെട്ട് തന്നെ നിരവധി കേസുകൾ നിലവിലുണ്ട്. ഒരിക്കൽ തിരുവനന്തപുരത്ത് സുഹൃത്തിന്റെ തല ബിയർ കുപ്പി ഉപയോഗിച്ച് അടിച്ചു പൊട്ടിച്ച ഒരു കേസിലും ഇയാൾ പ്രതിയാണ്. അതിൽ വധശ്രമത്തിനെതിരെ കൊലപാതകത്തിനാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വീണ്ടും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് തൊടുപുഴയിലെ കുട്ടിക്കേറ്റ ക്രൂരമർദ്ദനവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ ഇയാൾ മുൻപും കുട്ടിയെയും അതുപോലെ തന്നെ ഇതിന്റെ ഇളയ കുഞ്ഞിനെയും 3 വയസ്സുള്ള ഇളയ കുഞ്ഞിനെയും മർദ്ദിക്കാറുണ്ടായിരുന്നെന്നാണ് കണ്ടെത്തിയത്. അതിന് പുറമെയാണ് ഇപ്പോൾ ലൈംഗികമായി ഉപയോഗിച്ചു ആ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന കണ്ടെത്തൽ പോലീസ് നടത്തിയിരിക്കുന്നത്. എന്തായാലും ചോദ്യം ചെയ്യലിൽ ശാസ്ത്രീയമായ ഫലങ്ങളോട് അല്ലെങ്കിൽ ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രതിക്കെതിരെ വ്യക്തമായ അല്ലെങ്കിൽ ആവശ്യാനുസരണമുള്ള തെളിവുകൾ ശേഖരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതി നടത്തിയ പ്രകൃതി വിരുദ്ധ ലൈംഗിക വീഴ്ച അല്ലെങ്കിൽ ഈ കുട്ടിയെ ലൈംഗികമായി ഉപയോഗിച്ചതിന് കൃത്യമായ തെളിവുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ ശാസ്ത്രീയ തെളിവുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തിട്ടുണ്ട്. ഇയാൾ എത്രത്തോളമാണ് ഈ ഒരു ലഹരിക്ക് അടിമയായതെന്നും ഈ ലഹരിയുടെ മുകളിലാണോ ഈ കുട്ടിക്ക് നേരെ ഇത്തരം അതിക്രമങ്ങൾ ഉണ്ടായത് എന്നും ഇനി വരും ചോദ്യം ചെയ്യലുകളിലും തെളിവ് ശേഖരണത്തിലും പോലീസ് കണ്ടെത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. നസയ, തൊടുപുഴയിൽ ക്രൂരമർദ്ദനത്തിനിരയായ കുട്ടിയെ വെന്റിലേറ്ററിൽ തുടരുന്നു. ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അരുണിനെതിരെ പോക്സോ കുറ്റം ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും വിഷ്ണു പ്രസാദ് നൽകിയത്. തൊടുപുഴയിൽ ക്രൂരമർദ്ദനത്തിനിരയായ കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു. വെന്റിലേറ്ററിൽ തന്നെ തുടരുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കുട്ടിയെ മർദ്ദിച്ച അരുണിനെതിരെ പോക്സോ കുറ്റം ഇപ്പോൾ ചുമത്തിയിരിക്കുന്നു. വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും വിഷ്ണു നൽകിക്കൊണ്ടിരിക്കുന്നത്. വിഷ്ണു, കുട്ടിയുടെ ഇളയ കുട്ടി പറയുന്നുണ്ട് തൊടുപുഴയിൽ ക്രൂരമർദ്ദനത്തിനിരയായ കുട്ടിയുടെ നില വെന്റിലേറ്ററിൽ തുടരുകയാണ്. കുട്ടിയെ മർദ്ദിച്ച അരുണിനെതിരെ പോക്സോ കുറ്റം ചുമത്തിയിരിക്കുന്നു. കുട്ടിയെ മാസങ്ങളായി മർദ്ദിച്ചുവെന്നാണ് പോലീസിൽ ഇപ്പോൾ അരുൺ മൊഴി നൽകിയിരിക്കുന്നത്. കുട്ടിയും അമ്മയും ഇളയ കുഞ്ഞുമാണ് മാസങ്ങളായി തിരുവനന്തപുരം സ്വദേശിയായ അരുൺ ആനന്ദിന് മർദ്ദിക്കപ്പെട്ടുകൊണ്ടിരുന്നത്.
അരുണിനെതിരെ പോക്സോ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ഇപ്പോൾ വിശദാംശങ്ങളുമായി വിഷ്ണു ചേരുന്നു. വിഷ്ണു, ഇളയകുട്ടിയുടെ മൊഴി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നിരവധി മാസങ്ങളായി അദ്ദേഹം മർദ്ദിച്ചു വരുന്നു എന്നൊരു വിവരമാണ് പോലീസിന് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒറ്റയ്ക്കാണോ കുറ്റകൃത്യങ്ങളെല്ലാം അദ്ദേഹം നടത്തിയിരുന്നത്? മറ്റെന്തെങ്കിലും രീതിയിൽ സഹായം ലഭിച്ചിരുന്നോ? അതിനെപ്പറ്റിയുള്ള വിശദാംശങ്ങൾ. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ കുട്ടിയെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ ഒരു മർദ്ദനത്തിന് ഇരയാക്കിയതിനെ തുടർന്ന് ആദ്യം ഈ ഒരു അയൽവാസികളെ പോലീസാണ് വിവരം അറിയിച്ചത്. നിങ്ങളുടെ അടുത്ത വീട്ടിൽ ഒരു കുഞ്ഞുണ്ടെന്നും അതിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് അയൽവാസികളെ ബന്ധപ്പെടുകയായിരുന്നു. ആദ്യമെത്തിയ അയൽവാസികളോട് ഈ ഇളയ കുട്ടി പറഞ്ഞത് അച്ഛൻ ചവിട്ടി ഏട്ടനെ കൊന്നു എന്ന് തന്നെയാണ് ആ കുട്ടി പറഞ്ഞത്. കാരണം ആ കുട്ടി വ്യക്തമായി കണ്ടിട്ടുണ്ട് തറയിൽ വീണ ചോര ഞാനാണ് തുടച്ചു കളഞ്ഞത് എന്നും ആ കുട്ടി ഇവരോട് പറയുകയുണ്ടായി. ഇത്തരത്തിലൊരു 3 വയസ്സുകാരൻ ഇത്തരത്തിലൊരു മൊഴി നൽകണമെങ്കിൽ എത്രമാത്രം ക്രൂരമായ ഒരു കൃത്യമാണ് അവിടെ നടന്നിട്ടുള്ളത് എന്ന് തന്നെയാണ് വ്യക്തമായി വരുന്നത്. ഈ കുട്ടിക്ക് ഉൾപ്പെടെ ചെറിയ കുഞ്ഞിനും അതുപോലെ 7 വയസ്സുകാരനും ഇയാൾ കഴിഞ്ഞ 8 മാസമായി ഈ സ്ത്രീക്കൊപ്പം താമസമാണ്. അതിനുശേഷമുള്ള കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ഇവരെ ക്രൂരമായി കുഞ്ഞുങ്ങളെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു എന്ന കാര്യം ഇളയ കുട്ടിയുടെ മൊഴിയിൽ നിന്ന് വ്യക്തമാണ്. ഇതിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യമൊന്നും ഇതുവരെയായി പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇയാൾ കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും വ്യക്തമാകുന്നത്. കഞ്ചാവിന് അടിമയായ പ്രതി ഇത്തരത്തിൽ കുട്ടികളെ മർദ്ദിച്ചു എന്ന കാര്യത്തിൽ ഇപ്പോൾ പോലീസിനും സംശയമില്ലാതായിരിക്കുകയാണ്. കാരണം വലിയ തോതിലാണ് ഇയാൾ കഞ്ചാവ് ഉപയോഗിച്ചിരുന്നത്. തൊടുപുഴയിൽ ക്രൂരമർദ്ദനത്തിനിരയായ കുട്ടിയുടെ നില വെന്റിലേറ്ററിൽ തുടരുകയാണ്. കുറ്റക്കാരനായ അരുണിനെതിരെ പോക്സോ കുറ്റം ചുമത്തിയിരിക്കുന്നു. വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം വൈകുന്നതിൽ മുസ്ലിം ലീഗിന് അമർഷം. പാണക്കാട് ഹൈദരലി തങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രതിഷേധം ഹൈക്കമാൻഡിനെയും KPCCയെയും അറിയിച്ചു. കോൺഗ്രസ് മുന്നണിയുടെ വിജയസാധ്യത ഇല്ലാതാകുന്നുവെന്നും ലീഗ് നേതൃത്വം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാനെത്തുമെന്ന വാർത്ത ആവേശത്തോടെ മുസ്ലിം ലീഗ് സ്വാഗതം ചെയ്തിരുന്നു. എന്നാൽ തീരുമാനം വൈകുന്നത് ലീഗ് നേതൃത്വത്തെ അമർഷത്തിലാക്കി. മണ്ഡലത്തിലെ മുന്നണിയുടെ വിജയസാധ്യത കോൺഗ്രസ് ഇല്ലാതാക്കുന്നുവെന്ന ആശങ്ക മുസ്ലിം ലീഗ് വയനാട് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തെ അറിയിച്ചു. തുടർന്നാണ് പാണക്കാട് ഹൈദരലി തങ്ങൾ നേതൃയോഗം വിളിച്ചത്. മുസ്ലിം ലീഗിന്റെ പ്രതിഷേധം ഹൈദരലി തങ്ങൾ ഹൈക്കമാൻഡിനെയും KPCCയെയും അറിയിച്ചെന്ന് PK കുഞ്ഞാലിക്കുട്ടി യോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. നേരത്തെ മുതൽ ഞങ്ങൾ രാഹുൽജിയെ സ്വാഗതം ചെയ്യുന്ന നിലപാടാണുള്ളത്. അതേ നിലപാട് തുടരുന്നു. അതിലൊന്നും യാതൊരു മാറ്റവും ഇല്ല. അത് സംബന്ധിച്ച് പറഞ്ഞ നിലപാടൊക്കെ പറഞ്ഞത് തന്നെ, തങ്ങൾ പറഞ്ഞതൊക്കെ പറഞ്ഞത് തന്നെ. പക്ഷെ നീണ്ടു പോണ്ട എന്നുള്ള വികാരം ഞങ്ങൾ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ഇന്ന് കാലത്ത് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. തങ്ങൾ നേരിട്ട് AICC നേതാക്കന്മാരെയും അതുപോലെ തന്നെ KPCC നേതാക്കന്മാരിലൊക്കെ തീരുമാനം വേഗം ഉണ്ടാകുന്നതാണ് നല്ലത് എന്ന് അറിയിച്ചിട്ടുണ്ട്. വയനാട്ടിൽ മാത്രമല്ല വടകരയിലും UDF തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പിന്നോട്ടു പോയെന്നാണ് മുസ്ലിം ലീഗ് വിലയിരുത്തുന്നത്. വയനാട്ടിലെ സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള അനിശ്ചിതത്വം കോൺഗ്രസിന്റെ ഗ്രൂപ്പ് തർക്കങ്ങളിൽ നിന്ന് മുന്നണിയിലേക്ക് പടർന്നതോടെ UDF കൂടുതൽ പ്രതിസന്ധിയിലായി. മലപ്പുറത്ത് നിന്നും ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം KT സ്വാലിഹ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് സംബന്ധിച്ച തീരുമാനം നാളെ ഉണ്ടാകുമെന്നാണ് സൂചന. നാളെ കർണാടകയിലെ റാലിക്ക് മുൻപായി തീരുമാനമുണ്ടാകുമെന്നാണ് AICC നൽകുന്ന സൂചന. അതേസമയം വാരണാസിയിൽ മോദിക്കെതിരെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനുള്ള സാധ്യതകളും കോൺഗ്രസ് നേതാക്കൾ തള്ളുന്നില്ല. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് സംബന്ധിച്ച തീരുമാനം നാളേക്കകം ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതീക്ഷ. ഇന്ന് ദില്ലിയിൽ തുടരുന്ന രാഹുൽ ഗാന്ധി മുതിർന്ന നേതാക്കളുമായി മത്സരിക്കുന്ന കാര്യം ചർച്ച ചെയ്തേക്കും. ഇതിൽ തീരുമാനമായാൽ നാളെ കർണാടകയിൽ നടക്കുന്ന റാലിയിൽ തന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച സൂചനയും രാഹുൽ നൽകിയേക്കും. ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് ആവശ്യം ന്യായമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം രാഹുലിന്റെ പ്രതികരണം. അതേസമയം കർണാടകയിലെ ബിധാർ മണ്ഡലത്തിൽ മത്സരിച്ചാൽ കൂടുതൽ നേരം മണ്ഡലത്തിൽ ചെലവഴിക്കേണ്ടി വരുന്നതിനാൽ രാഹുൽ ഇവിടെ മത്സരിക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ മത്സരിക്കുന്നത് സംബന്ധിച്ച സാധ്യത ഇപ്പോഴും തുറന്നുകിടക്കുന്നു. 2-ാം തീയതി കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കുന്നതിനാൽ എവിടെ മത്സരിക്കാൻ തീരുമാനിച്ചാലും 1-ാം തീയതിയോ 3-ാം തീയതിയോ നാമനിർദ്ദേശ പത്രിക നൽകാനാണ് സാധ്യത. ഇതിന്റെ പ്രവർത്തനങ്ങളും ഒരു വശത്ത് നടക്കുന്നുണ്ട്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വാരണാസിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. മത്സരിക്കുന്നതിൽ പ്രിയങ്കയ്ക്ക് തീരുമാനമെടുക്കാമെന്നാണ് രാഹുലിന്റെ നിലപാട്. പ്രിയങ്ക മത്സരിച്ചാൽ മോദിക്ക് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. രാഹുൽ ദക്ഷിണേന്ത്യയിൽ മത്സരിക്കാൻ തീരുമാനിച്ചാൽ പ്രിയങ്ക വാരണാസിയിൽ മത്സരിക്കാനുള്ള സാധ്യതയും തള്ളാനാകില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ മന്ത്രി G സുധാകരൻ രംഗത്ത്. രാഹുൽ ഗാന്ധിക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയില്ലെന്ന് ശത്രുക്കൾ പറഞ്ഞിരുന്നെന്ന് KPCC പ്രസിഡന്റ് പറയുന്നു. മുല്ലപ്പള്ളി രാഹുൽ ഗാന്ധിയിൽ അവിശ്വാസം രേഖപ്പെടുത്തിയിരിക്കുകയാണെന്നും അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും G സുധാകരൻ പറഞ്ഞു. ആക്ഷേപിച്ചിരിക്കുകയാണ്, ഞങ്ങളെയല്ല ആക്ഷേപിച്ചത്. കാരണം രാഹുൽ ഗാന്ധിക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിവില്ലെന്നും
ആരെങ്കിലും പറയുന്നതാണ് കേൾക്കുന്നതെന്ന് ശത്രുക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ APC പ്രസിഡന്റ് പറഞ്ഞു. അതാണ് മാഷ് പറഞ്ഞത്. CPM-നെ പഴിചാരുന്ന മുല്ലപ്പള്ളിയുടെ നിലപാട് അപക്വമെന്ന MA ബേബി. KPCC-ക്കും AICC-ക്കും നിലപാടെടുക്കാൻ സാധിക്കാത്തതിൽ CPM-നെ പഴിചാരരുതെന്നും MA ബേബി പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിന്റെ കഴിവുകേട് CPM-ന്റെ തലയിൽ വെച്ചു കെട്ടേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റു പാർട്ടികളുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ CPIM ഇടപെടാറില്ലെന്നും MA ബേബി പശ്ചിമബംഗാളിൽ ധാരണ പൊളിച്ചത് ആരെന്നതിന് ചെന്നിത്തല മറുപടി പറയണമെന്നും അദ്ദേഹം പറഞ്ഞു. KPCC നേതൃത്വം AICC നേതൃത്വവുമായി ബന്ധപ്പെട്ട് തീരുമാനിക്കണം. അവരുടെ അഖിലേന്ത്യാ നേതാക്കന്മാരെ വല്ലവരെയും കേരളത്തിൽ മത്സരിപ്പിക്കേണ്ടതുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെയാണ്? അക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് എന്തെങ്കിലും കഴിവില്ലായ്മയുണ്ടെങ്കിൽ അതിൻ്റെ പഴി CPIM-ന്റെ പുറത്ത് വെച്ച് കെട്ടുന്ന എൻ്റെ സുഹൃത്ത് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ സമീപനം വളരെ അപക്വമാണ് എന്ന് മാത്രമേ പറയാൻ കഴിയൂ. സുരക്ഷാ ഭീഷണി കാരണം വയനാട് സന്ദർശനം മാറ്റിവെച്ച രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന് കരുതുന്നില്ലെന്ന് റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ കാസർഗോഡ് പറഞ്ഞു. SP-യും BSP-യും സഹായിക്കില്ലെന്ന ആശങ്കയാകാം UP-ക്ക് പുറത്ത് മത്സരിക്കാൻ രാഹുൽ ഗാന്ധി ആലോചിക്കുന്നത്. വയനാട് സ്ഥാനാർത്ഥി വിഷയത്തിൽ KPCC-ക്ക് അശ്രദ്ധയുണ്ടായെന്ന് പറയേണ്ടി വരുമെന്നും മന്ത്രി E. ചന്ദ്രശേഖരൻ പറഞ്ഞു. ഈ വയനാട്ടിലേക്ക് വരണമെന്ന് തീരുമാനിച്ചത് ഏത് സാഹചര്യത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നത് ആ UP-യിൽ അമേത്തിയിലും റായ്ബറേലിയിലും 2 സീറ്റുകളിൽ SP, BSP സ്ഥാനാർത്ഥികളെ നിർത്തില്ല എന്ന് ആദ്യം പ്രഖ്യാപിച്ചു. പക്ഷെ അതൊരു കുരുക്കാണോ എന്ന് ഇവർക്ക് ചിലപ്പോൾ സംശയം തോന്നുന്നുണ്ടാവും. സ്ഥാനാർത്ഥികളെ നിർത്താതിരുന്നാൽ അവരുടെ വോട്ട് റിസർവ് ചെയ്യാം, ആർക്കും കൊടുക്കാം. അപ്പം ഇവരോടുള്ള താല്പര്യം കൊണ്ട് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്ന് പറഞ്ഞതാണോ എന്ന് ആദ്യം ധരിച്ചു കാണും. പിന്നെ ചിലപ്പോൾ ഏതെങ്കിലും അപകടം വരുത്തിയാലോ എന്ന് തോന്നിയപ്പോഴായിരിക്കും പുതിയ മണ്ഡലത്തെക്കുറിച്ച് ചിന്തിച്ചത്. മലബാറിൽ നിന്ന് 6 LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. KP സതീഷ് ചന്ദ്രൻ, PK ശ്രീമതി, P. ജയരാജൻ, A. പ്രദീപ് കുമാർ, PK ബിജു, PP സുനീർ എന്നിവരാണ് പത്രിക നൽകിയത്. അതേസമയം കോഴിക്കോട് പത്രിക സമർപ്പിച്ച MK രാഘവനൊപ്പം പ്രധാന നേതാക്കൾ എത്താത്തത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയായി. അലതല്ലിയ അന്തരീക്ഷത്തിലാണ് കോഴിക്കോട്ട് LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. കോഴിക്കോട് മണ്ഡലം സ്ഥാനാർത്ഥി A. പ്രദീപ് കുമാറും വടകരയിലെ സ്ഥാനാർത്ഥി P. ജയരാജനും നൂറുകണക്കിന് പ്രവർത്തകർക്കൊപ്പം പ്രകടനമായി കലക്ടറേറ്റിലേക്കെത്തി. തുടർന്ന് പ്രദീപ് കുമാറും P. ജയരാജനും ജില്ലാ കലക്ടർ സാംബശിവറാവുവും മുമ്പാകെ പത്രിക നൽകി. LDF നേതാക്കളായ എളമരം കരീം, മന്ത്രിമാരായ TP രാമകൃഷ്ണൻ, AK ശശീന്ദ്രൻ, AN ഷംസീർ, P. മോഹനൻ എന്നിവർ സ്ഥാനാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനൊപ്പം വടകരയിലെ LDF പ്രവർത്തകർ സേവന പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുത്തതായി P. ജയരാജൻ പറഞ്ഞു. വിജയം സുനിശ്ചിതമാണ്. ഇതേവരെയുള്ള പര്യടനത്തിന്റെ അനുഭവം വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ വലിയ തോതിൽ LDF സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചിട്ടുണ്ട്. ബ്രിഗേഡിന്റെ ആഭിമുഖ്യത്തിൽ ജനസേവന പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കുടിവെള്ള വിതരണത്തിന്റെ മേഖലയിൽ ഇടപെടുന്നുണ്ട്, ശുചീകരണ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നുണ്ട്. വലിയ വിജയം നേടുമെന്ന് A. പ്രദീപ് കുമാറും പറഞ്ഞു. വിജയം സുനിശ്ചിതമാണ്. കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ നമുക്ക് അത് രാഷ്ട്രീയമായ കാരണങ്ങളും അതുപോലെ ഇപ്പോൾ നമ്മൾ സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം ഉയർന്നു വന്ന സാഹചര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമാണ്. കാസർകോട്ടെ LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ ജില്ലാ കളക്ടർ ഡോക്ടർ D. സജിത് ബാബു മുമ്പാകെയാണ് പത്രിക നൽകിയത്. റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ, P. കരുണാകരൻ MP തുടങ്ങിയ നേതാക്കളും സതീഷ് ചന്ദ്രനൊപ്പം എത്തിയിരുന്നു. കണ്ണൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരിയായ ജില്ലാ കളക്ടർ മുൻപാകെയാണ് 3 സെറ്റ് പത്രികകൾ നൽകിയത്. മന്ത്രിമാരായ EP ജയരാജൻ, രാമേന്ദ്രൻ കടന്നപ്പള്ളി, MV ജയരാജൻ, C. രവീന്ദ്രൻ എന്നിവർക്കൊപ്പം എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. കാൽടെക്സ് ജംഗ്ഷനിലെ AKG പ്രതിമയിലും സ്റ്റേഡിയം കോർണറിലെ യുദ്ധസ്മാരകത്തിലും PK ശ്രീമതി പുഷ്പാർച്ചന നടത്തി. വയനാട്ടിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി PP സുനീർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വയനാട് ജില്ലാ കളക്ടർ AR അജയകുമാർ മുൻപാകെയാണ് പത്രിക നൽകിയത്. CK ശശീന്ദ്രൻ, MV ശ്രേംസ്കുമാർ തുടങ്ങിയ LDF നേതാക്കളും സുനീറിനൊപ്പം പത്രിക സമർപ്പിക്കാനെത്തി. ആലത്തൂർ LDF സ്ഥാനാർത്ഥി PK ബിജു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പാലക്കാട് ജില്ലാ കളക്ടർ D. ബാലമുരളിക്കാണ് പത്രിക നൽകിയത്. മന്ത്രിമാരായ AK ബാലൻ, K. കൃഷ്ണൻകുട്ടി, AC മൊയ്തീൻ, CPIM കേന്ദ്ര കമ്മിറ്റി അംഗം K. രാധാകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ എന്നിവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. അതേസമയം കോഴിക്കോട്ട് പത്രിക സമർപ്പിച്ച MK രാഘവനൊപ്പം പ്രധാന നേതാക്കൾ എത്താത്തത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയായി. DCC പ്രസിഡന്റ് T. സിദ്ദീഖ് ഉൾപ്പെടെയുള്ളവർ പത്രികാ സമർപ്പണത്തിൽ നിന്ന് വിട്ടുനിന്നു. സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തി മൂലമാണ് വിട്ടുനിൽക്കലെന്നാണ് സൂചന. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ,
കോഴിക്കോട്.